മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ജയാമണി പറഞ്ഞ വാക്കുകൾ. അമ്മയ്ക്ക് മക്കളില്ലേ? മക്കളൊക്കെ ഉണ്ട്. ഇത് നോക്കൂലേ? നിൽക്കൂല. നോക്കൂല? നിന്റെ മക്കൾ ഇങ്ങോട്ട് വരാറില്ല? ഇല്ല. മക്കളെടുത്തേക്കും പോകില്ല? ഇല്ല. ഇനി ജയാമണിയുടെ മരണശേഷം മാത്രം അവരെയും തിരക്കിയെത്തിയ മകളുടെ വാക്കുകൾ. അമ്മ മരണക്കിടക്കയിലാണെന്ന് പലതവണ വിളിച്ചറിയിച്ചിട്ടും ഒരു നോക്ക് കാണാനെങ്കിലും എത്താതിരുന്ന മകളുടെ വിശദീകരണമാണിത്. അപ്പോഴൊക്കെയും സ്നേഹപൂർവ്വം പരിചരിച്ച നഴ്സുമാരുടെ ചോദ്യത്തിന് മകൾ അമ്പിളിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. വന്ന് നോക്കണമായിരുന്നു, ഒരു ദിവസമെങ്കിലും നിങ്ങൾ വന്ന് നോക്കണമായിരുന്നു. ഒരു ദിവസം നോക്കിയാൽ മതിയായിരുന്നു ഈ 6 മാസത്തിനുള്ളിൽ. പിന്നെ ചില വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. ചുരുക്കം എന്നെ പെറ്റിട്ടെന്നുള്ളത് ഒറ്റ മോളാ. ഏത് കാലം ആ കാലത്തൊക്കെ എല്ലാവരും റെഡി നിനക്ക് ഒരു മോളല്ലേ ഇങ്ങനെ പറയുന്ന ആൾക്കാര്. ഒരു മോളുണ്ടായിട്ട് അതിന് ഒരു 2ാമത്തെ കണക്ക് തന്നെയാണ് പണിയെന്ന് ചോദിച്ച അമ്മ. പിന്നെ സ്വന്തം ആങ്ങളമാരൊക്കെ ഗവൺമെന്റ് സർവീസിലുള്ളവർ. എനിക്കൊരു 5 പൈസന്റെ സാധനം തന്നിട്ടില്ല. അമ്മ ആശുപത്രിയിൽ കിടക്കുന്ന വിവരം മകളെ അറിയിച്ചതിന്റെ അനുഭവം നഴ്സുമാർ തന്നെ പങ്കുവെക്കുന്നു. 10 നമ്പറിൽ വിളിച്ചതാണ്. പിന്നെ അവർ വരില്ല എന്നുള്ളതിലാണ് സംസാരിച്ചത്. മോളെ വിളിച്ചു, അവരുടെ അനിയത്തിയുടെ മോളെ വിളിച്ചു, അല്ലാതെ റിലേറ്റീവ്സിനെല്ലാം വിളിച്ചു. ആരും വന്നില്ല. മോളെ വരില്ല, ഞങ്ങളുടെ അമ്മയില്ല എന്നാണ് മോള് പറഞ്ഞത്. തന്നെ വേണ്ട വിധം നോക്കിയില്ലെന്നാണ് ജയാമണിയെ പരിചരിക്കാതിരുന്നതിന് മകളുടെ ന്യായീകരണം. എത്രയായാലും നൊന്തു പ്രസവിച്ച വയറെന്ന പരിഗണനയെങ്കിലും ആ അമ്മ അർഹിച്ചിരുന്നു. ഇതൊരു കാഴ്ച മാത്രമാണ്. ഇതേപോലെ 100 കണക്കിന് ജയാമണിമാർ നമ്മുടെ ആശുപത്രികളിലും തെരുവുകളിലുമുണ്ട്. ഇനിയും ഇരുളു പരക്കും മുൻപ് അവരെ കൈപിടിച്ചുയർത്തണം അനുഭൂതികളുടെ വാർദ്ധക്യത്തിലേക്ക്. കെ. അനൂപ് ദാസ്, ന്യൂസ് 18, കോഴിക്കോട്.